പണക്കാരുടെ കൊച്ചല്ലേ, അവരെന്തെങ്കിലും കൊടുത്ത് വളർത്തിക്കൊള്ളൂ. ഞാൻ പോകുന്നു ചേച്ചി. എന്നാ പിന്നെ വരുന്നതൊക്കെ അനുഭവിച്ചോളണം. എന്തു വന്നാലും ഞാൻ പോവാണ്. രുക്മി, എന്നോട് ക്ഷമിക്കൂ. ഇനി എനിക്ക് മനസമാധാനത്തോടെ പോകാം. രുക്മ, ഞങ്ങളോട് ക്ഷമിക്കണം. നീ പോകാൻ കാരണം ഞങ്ങൾക്കറിയാം. മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൃഗമാണ്. ഏതായാലും അങ്ങേര് ബോംബെക്ക് പോയി, അടുത്തെങ്ങും തിരിച്ചു വരില്ല. രുക്മ, എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. എന്റെ കുഞ്ഞിന് രുക്മയില്ലാതെ ജീവിക്കാനാവില്ല. രുക്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് സ്വമനസാല ഞാൻ പോവില്ല. തീർച്ച. വേണ്ട രുക്മമ്മേ, കഴിക്കുമോളെ. കഴിക്കൂ. രുക്മമ്മേ, രുക്മമ്മേ, രുക്മമ്മേ. വരുന്നു എൽസി മോളെ. രുക്മാമേ, ഞാൻ എത്ര വിളിച്ചു. എനിക്ക് വിശക്കുന്നു. വേഗം കാപ്പിതാ. മോക്ക് കാപ്പി എടുത്ത് വെക്കായിരുന്നു ഞാൻ. വേലക്കാരും മറ്റാരും എടുത്തു തന്നാൽ മോള് കഴിക്കില്ലല്ലോ. കോളേജിൽ നിന്ന് വരാൻ വൈകിയതെന്താ? എന്റെ ഫ്രണ്ടിനെ കണ്ടു. പപ്പയും മമ്മിയും കുറെ നേരമായി തിരക്കുന്നു. എന്തിന്? പോയി ചോദിക്ക്. അപ്പോഴേക്ക് കാപ്പിയും പലഹാരം എടുത്തു വെക്കാം.
കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൻ. മമ്മിയും പപ്പയും എന്നെ തിരക്കിയോ? തിരക്കി. എന്താ കാര്യം? നല്ല കാര്യം തന്നെ മോളെ. നിനക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ഒരു IAS കാരൻ, വലിയ കുടുംബം, കാണാനും യോഗ്യൻ. ശ്രീധനം എന്തോ കൊടുക്കണം പപ്പ? ചോദിക്കുന്നത് കൊടുക്കും. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കല്ലേ. ഓ, IAS കാരൻ കോൾ അടിച്ചല്ലോ. നിനക്ക് നേരം പോക്കാണോ? എന്നാൽ ഗൗരവമായിട്ട് പറയാം, എനിക്ക് ഹസ്ബൻഡിനെ തെരഞ്ഞെടുക്കാൻ പപ്പയും മമ്മിയും ബുദ്ധിമുട്ടണ്ട. അറ്റ്ലീസ്റ്റ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. നീ എന്താ മോളെ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? പെണ്ണിന് തുക നിശ്ചയിച്ച് കച്ചവടം ചെയ്യുന്ന കാലം കഴിഞ്ഞില്ലേ പപ്പ? എന്റെ ഭർത്താവിനെ ഞാൻ തെരഞ്ഞെടുക്കും. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അറിയിക്കാം. ഓക്കെ? രുക്മാമ്മേ, പപ്പയും മമ്മിയും കൂടെ എനിക്കൊരു കല്യാണം ആലോചിച്ച കാര്യം രുക്മാമ്മ അറിഞ്ഞു? അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി മമ്മി പറഞ്ഞു? പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ രുക്മാമ്മേ? ഞാൻ പപ്പയും മമ്മിയും നിശ്ചയിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ, അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ? രുക്മാമ്മ എന്താ ഒന്നും പറയാത്തത്? മോള്, നീ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. Come in. എക്സ്ക്യൂസ് മീ ഡാഡി, ഞാൻ അല്പം ലേറ്റായി. ആ, ഇത് മിസ്റ്റർ ജോസഫ്, എന്റെ ഫ്രണ്ടാണ്. ഗുഡ് ഈവനിങ് സർ. ഞങ്ങൾക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു, അതാണ് ലേറ്റായത്. ഞങ്ങൾ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇരിക്കൂ ജോസഫ്. മമ്മിയും പപ്പയും ഒന്നും സംസാരിക്കാത്തതെന്ത്? എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും സംസാരിക്കണ്ടേ? ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് വരികയല്ലേ. നിങ്ങളേതാ? റിട്ടയർഡ് ജഡ്ജ് തോമസ് കുര്യന്റെ മകനാണ്. ഞാനൊരു ഡോക്ടറാണ്. ഓ ജോസഫ്, എന്റെ രുക്മാമ്മയെ പരിചയപ്പെടണ്ടേ? ഒന്നിങ്ങോട്ട് വരൂ. എന്റെ മമ്മി പേരിന് മാത്രമേ ഉള്ളൂ. എനിക്ക് മുലപ്പാൽ മുതൽ എല്ലാം തന്നു വളർത്തിയത് രുക്മാമ്മയാണ്. എന്നെ ശാസിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം ഈ അമ്മയാണ്. കണ്ടതിൽ സന്തോഷം. മിസ്റ്റർ ജോസഫ്, ഇരിക്കൂ. ജഡ്ജി അദ്ദേഹത്തിന് സുഖമല്ലേ? അതെ, ഫാദറിനെയും മറ്റും ഉടനെ ഇങ്ങോട്ട് അയക്കാം. ഞങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കൂ. എനിക്ക് അമേരിക്കയിൽ ഒരു നിയമനം കിട്ടിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് വിവാഹം നടക്കണം. എൽസി തുടർന്ന് അമേരിക്കയിൽ പഠിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. രുക്മേ, കാപ്പി കൊണ്ടുവരാൻ പറയൂ.
എല്ലാവരും കയറി രുക്മാമേ, ഞാൻ വരട്ടെ മോളെ. എന്റെ മോള് പോയിട്ട് വരൂ. രുക്മാമേ, കല്യാണം കഴിഞ്ഞ് ഞാൻ പോയത് പിന്നെ രുക്മാമയ്ക്ക് മൗനമാണെന്നും എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്നും മമ്മി പറഞ്ഞു. നേരാണോ? മോളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ജീവിതം? മാമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ജോലിയും ഒരു ലക്ഷ്യവുമില്ലാതെ കഴിയുമ്പം വിചാരിക്കാറുണ്ട്, മോടടുത്ത് വന്ന് അവിടെ താമസിച്ചാലോ എന്ന്. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ രുക്മാമേ. പക്ഷേ എന്താ മോളെ? ഞങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പുറപ്പെടുകയാണ്. ഞാൻ എവിടെയായാലും രുക്മാമയെ എന്റെ അമ്മയായി തന്നെ കരുതും. വേണ്ടതെല്ലാം ഞങ്ങൾ അയച്ചു തരും. എനിക്കൊന്നും വേണ്ട മക്കളെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. പിന്നെ പറയൂ രുക്മാമേ. നിങ്ങൾ രണ്ടും കൂടി വിമാനത്തിൽ യാത്രയാവുന്നത് ഒന്ന് കാണണം. തീർച്ചയായും ഞങ്ങളെ യാത്ര അയക്കാൻ രുക്മാമി എയർപോർട്ടിൽ വരണം. പോകുന്നതിന് മുൻപ് ഞാൻ ഇനിയും രുക്മാമിയെ കാണാൻ വരും. പോരെ? ഇതാ നോക്കൂ എൽസി, ഇത് മതിയൊന്നു. നന്നായിരിക്കുന്നു. എന്റെ രുക്മാമയ്ക്ക് ഇത് മതി. ഇത് ഞാൻ കൊടുക്കുമ്പോ രുക്മാമയ്ക്ക് എത്ര സന്തോഷമാവും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. നമ്മുടെ മോള് എൽസി മോള്
നാളെ രാവിലെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. രാജകുമാരിയെ പോലെയാണ് വളർന്നത്. അവൾ എന്റെ മോളാണെന്നോ അവൾക്കും മറ്റാർക്കും അറിയില്ലെങ്കിലും എന്റെ മോള് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എന്നെ കരുതുന്നത്. എനിക്കത് പോരെ. അന്ന് ഞാൻ പ്രസവിച്ച ഉടൻ എന്റെ മോളെ ഗ്രേസിയുടെ മരിച്ചുപോയ കുഞ്ഞിന് പകരം മാറ്റിക്കിടത്തിയപ്പോൾ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയാമോ? അമ്മേ, ഇവിടെ എന്റെ അച്ഛൻ ഞാനൊന്ന് കാണിച്ചേ. മോളെ, മോളെ, ഞാൻ ആദ്യം മുതൽ ഇവിടെ നിൽക്കായിരുന്നു അമ്മേ. ഞാൻ എല്ലാം മനസ്സിലാക്കി. മോളെ, എന്നാലും എന്റെ അമ്മ ഇതുവരെ എന്നോടിത് പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു മോളെ, ഈ വിവരം ഗ്രേസി കൊച്ചമ്മയ്ക്കോ എന്റെ അപ്പച്ചനോ ആർക്കും അറിയില്ല. എന്റെ മോള് അവരിത് അറിയിക്കരുത്. അവർക്കിത് താങ്ങാനാവില്ല. ഞാൻ പ്രസവിച്ചെങ്കിലും അവരാണ് മോളെ, മോളുടെ മമ്മിയും പപ്പയും. മോളുടെ ഭർത്താവിനോട് പോലും ഈ വിവരം പറയരുത്. ഇല്ലമ്മേ, ലോകത്താരോടും ഞാൻ ഈ വിവരം പറയില്ല. എങ്കിലും രുക്മമ്മ എന്റെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞല്ലോ. എനിക്കത് മതി. എനിക്കിപ്പോ രണ്ടമ്മമാരുണ്ട്. ഇത് കൂടുതൽ എനിക്കിനി എന്ത് വേണോ? Your attention please. All passengers traveling by Indian Airlines flight IC168 Trivandrum to Bombay are requested to check through security for an early departure. Thank you. പോകാം. വരട്ടെ. നമുക്ക് പുറകിലിരിക്കാൻ രുക്മേ. ഞാൻ വരുന്നില്ല കൊച്ചമ്മേ. അതെന്താ? എന്റെ ജോലിയും കടമയും അവസാനിച്ചു.
എൽസി ഇല്ലെന്ന് വെച്ച് രുക്മയ്ക്ക് വിഷമൊന്നും വരില്ല. മുതലാളിയും കൊച്ചമ്മയും നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ. ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഒരു തീർത്ഥാടനത്തിന് വേണ്ടി. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മരിച്ചുപോയ എന്റെ ഭർത്താവിന് വേണ്ടിയും എൽസി മോൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കണം. രുക്മ വീട്ടിൽ വന്ന് ആവശ്യമുള്ള രൂപയും വാങ്ങിപ്പോയിക്കുള്ളൂ. നീ ഇത്രയും വർഷമായി ശമ്പളം ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എനിക്കുള്ള പ്രതിഫലം. എനിക്കത് മതി. ഇരുപത് വർഷം മുമ്പ് മുതലാളി തന്ന സംഭാവനയാണിത്. എൽസി മോളെ ആദ്യമായി കാണിച്ചപ്പോ ഇതുകൂടി തിരിച്ചു വാങ്ങി എന്റെ മനസ്സിന് ശാന്തി തരണം. ഇത് നിഷേധിക്കല്ല. എന്റെ എൽസി മോൾക്ക് വേണ്ടി പള്ളിയിൽ എന്തെങ്കിലും ചടങ്ങ് നടത്തണം. രുക്മയുടെ ഇഷ്ടം പോലെ ചെയ്യൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എൽസിമോളെ വിചാരിച്ച് എന്നെ അറിയിക്കണം. നിശ്ചയമായും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം.